ഹായ്, മലയാളത്തിലെ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന പാട്രിയറ്റ്, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ വലിയ താരനിര ഒന്നിക്കുന്ന പാട്രിയറ്റ് 23-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ 23-ന്. സിനിമയുടെ ബഡ്ജറ്റ് 120 കോടിയാണ്. മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടേതായിട്ട് ഒരു ടീസറും അതുപോലെ കുറെ പോസ്റ്ററും ഇറങ്ങി. പക്ഷേ ഇന്നലെ സെക്കൻഡ് ലുക്ക് എന്ന പേരിൽ ഒരു പോസ്റ്റർ വന്നു. തീർച്ചയായും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ തന്നെയാണ്. പല ആൾക്കാരും അത് AI ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒറിജിനൽ ഫോട്ടോ തന്നെയാണ്. പോസ്റ്ററിന് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്ന് മാത്രം. എന്തായാലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയുടെ ബിസിനസ് അത് വലിയ രീതിയിൽ നടക്കേണ്ടതാണ്. കാരണം വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ, അങ്ങനെ വലിയ പ്രത്യേകതകൾ ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയുടെ വിദേശ റൈറ്റ്സ് നല്ല തുകയ്ക്ക് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. പക്ഷേ ഒരു റെക്കോർഡ് ഇടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വിദേശ റൈറ്റ്സിൽ ഏറ്റവും മുന്നിൽ ദൃശ്യം 3 എന്ന സിനിമയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് എമ്പുരാൻ എന്ന സിനിമയായിരുന്നു. എമ്പുരാൻ വലിയ തുകയ്ക്കാണ് വിറ്റുപോയത്. എമ്പുരാനെ മറികടന്ന് ദൃശ്യം 3 നമ്പർ 1 സ്ഥാനം പിടിച്ചെടുത്തു. പക്ഷെ പാട്രിയറ്റിന് എമ്പുരാനെ മറികടക്കാൻ ആയില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും വലിയ ബഡ്ജറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് എമ്പുരാന്റെ അടുത്ത് പോലും എത്താൻ പാട്രിയറ്റിന് സാധിച്ചില്ല? തീർച്ചയായും അതിന്റെ ഹൈപ്പ് കുറവ് കൊണ്ട് തന്നെയാണ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡ് വളരെ വീക്കാണ്. നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ ഇവർക്ക് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമയെ ഗംഭീരമായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഓരോ അപ്ഡേറ്റ്സും പ്രേക്ഷകർ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്തത് എന്താണ്? വളരെ മോശമായിട്ടാണ് ഇതിന്റെ പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് പോലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഒരു പോസ്റ്റർ വരുന്നു. പിന്നീട് കുഞ്ചാക്കോ ബോബന്റെയും ഫഹദിന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നയൻതാരയുടെയും അങ്ങനെ എല്ലാവരുടെയും ഓരോരോ പോസ്റ്ററുകൾ വരുന്നു. പിന്നീട് സെക്കൻഡ് ലുക്ക് എന്ന പേരിൽ വീണ്ടും ഒരു പോസ്റ്റർ വരുന്നു. ടീസർ ആണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഗംഭീരമായുമില്ല. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പുമില്ല. ഇപ്പോൾ ബിസിനസ് വലിയ രീതിയിൽ മുന്നോട്ട് പോവാതിരിക്കുന്നു. അതായത് നല്ല രീതിയിൽ വിദേശ മാർക്കറ്റിലേക്ക് സിനിമ വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലല്ല എന്ന് മാത്രം. ഇപ്പോൾ അണിയർക്കാർക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് ഹൈപ്പ് കയറ്റാൻ വേണ്ടി തന്നെയാണ് അണിയറക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ പോസ്റ്റർ ഉൾപ്പെടെ ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണ്, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുത്തെടുക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ ഇപ്പോൾ അവർ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമല്ല. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ളൊരു കാര്യം. മോഹൻലാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ കൃത്യമായി പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ സിനിമ റിലീസിന് ശേഷം വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. കാരണം മമ്മൂട്ടിയും മോഹൻലാലും തുല്യ പ്രാധാന്യമാണ് എന്നൊക്കെ പറഞ്ഞ് പടം ഇറക്കിയാൽ അത് പണി കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം പോസ്റ്ററിൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ പോസ്റ്ററിൽ മോഹൻലാലിനെ സെൻട്രലിൽ വെച്ച് മമ്മൂട്ടിയുടെ മുഖം മുകളിൽ വലുതായി കൊടുത്തെങ്കിൽ രണ്ടാമത്തെ പോസ്റ്ററിൽ, അതായത് ഇന്നലെ വന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ മോഹൻലാലിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ആ കാറ് ചരിച്ചു വെച്ചിരിക്കുന്ന രീതി, അതിന്റെ സെന്ററിൽ മോഹൻലാൽ വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സിനിമയെ മമ്മൂട്ടി മോഹൻലാൽ സിനിമയായിട്ടാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. അതിലൂടെ പണങ്ങൾ വാരാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലേക്കുള്ള റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ അത് ഒരു റെക്കോർഡല്ല. ദൃശ്യത്തിനും എമ്പുരാനും പുറകിലാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം, സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറട്ടെ എന്ന്. സിനിമയുടെ ട്രെയിലറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ ബൈ.